രണ്ട് വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നു എന്ന് വിചാരിക്കുക. ഒന്ന്, വൈഫൈയും എസിയുമുള്ള ഒരു ലക്ഷറി കോളേജ് ക്യാമ്പസ്. രണ്ട്, വെറും 4 ചുവരുകൾ മാത്രമുള്ള ഒരു ഇരുണ്ട ജയിൽ മുറി. നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? 99% പേരും ആദ്യത്തെ വാതിൽ വഴി പോകും. പക്ഷേ ലോകത്തെ മാറ്റിമറിച്ച ചിന്തകരിൽ പലരും പുറത്തു വന്നത് ആ രണ്ടാമത്തെ വാതിലിലൂടെയാണ്. എന്തുകൊണ്ടാണ് ജയിലിൽ ഇരുന്നവർക്ക് നമ്മളെക്കാൾ നന്നായി പഠിക്കാൻ കഴിഞ്ഞത്? ഇതിന്റെ ഉത്തരം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചാണക്യൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സുഖാർത്ഥിന കുതോ വിദ്യ, വിദ്യാർത്ഥിന കുതോ സുഖം. ലളിതമായി പറഞ്ഞാൽ, സുഖം തേടുന്നവന് വിദ്യ ലഭിക്കില്ല, വിദ്യ തേടുന്നവൻ സുഖം പ്രതീക്ഷിക്കരുത്. ഇതിനെയാണ് നാം പ്രിസണർ മനോഭാവം എന്ന് വിളിക്കുന്നത്. ഇന്നത്തെ ലോകം നമ്മളെ ജയിലിൽ അടയ്ക്കുന്നില്ല. പകരം നമ്മൾ സ്വയം നമ്മുടെ ശ്രദ്ധയെ തടവിലാക്കുകയാണ്. ഒരു നോട്ടിഫിക്കേഷൻ, ഒരു 5 സെക്കൻഡ് റീൽസ്, ഇവയൊക്കെ നിസ്സാരമെന്ന് തോന്നാം. പക്ഷേ ഓരോ തവണ നിങ്ങളുടെ ശ്രദ്ധ മാറുമ്പോഴും തിരികെ അതേ ഏകാഗ്രതയിലേക്ക് വരാൻ മനസ്സ് ഏറെ കഷ്ടപ്പെടും. ജയിലിൽ പഠിച്ചവർക്ക് ഒരു ഗുണമുണ്ടായിരുന്നു. അവിടെ ശ്രദ്ധ തിരിക്കാൻ ഒന്നുമില്ലായിരുന്നു. ചുറ്റുമുള്ള ലോകം നിശബ്ദമാകുമ്പോൾ ഉള്ളിലെ ശബ്ദം ഉച്ചത്തിലാകും. അവിടെയാണ് യഥാർത്ഥ ഡീപ്പ് വർക്ക് സംഭവിക്കുന്നത്. ഒരു ആവറേജ് വിദ്യാർത്ഥി പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ജയിക്കാനാണ്. എന്നാൽ മാൽക്കം എക്സിനെ പോലുള്ളവർ ജയിലിലിരുന്നു പഠിച്ചത് അതിജീവനത്തിനാണ്. ഇത് പഠിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കും എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ തലച്ചോർ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. അറിവ് ഒരു അലങ്കാരമല്ല, അതൊരു ആയുധമാകുന്ന നിമിഷം. ഇന്നത്തെ കാലത്ത് അറിവിനല്ല ക്ഷാമം, അത് പ്രയോഗിക്കാനുള്ള ക്ഷമയ്ക്കാണ്. ഗൂഗിൾ ഉള്ളതുകൊണ്ട് നമ്മളൊന്നും ഓർമ്മിക്കാൻ ശ്രമിക്കുന്നില്ല. ജയിലിൽ വിഭവങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ഒരു പുസ്തകം അവർ 100 വട്ടം വായിക്കും. മാൽക്കം എക്സ് ജയിലിലിരുന്ന് ഒരു നിഘണ്ടു മുഴുവൻ പകർത്തി എഴുതിയത് വാക്കുകൾ പഠിക്കാൻ മാത്രമല്ല, മറിച്ച് തൻ്റെ മനസ്സിനെ മെരുക്കാനുള്ള ഒരു മാനിഫെസ്റ്റേഷൻ രീതി കൂടിയായിരുന്നു അത്. അപ്പോൾ ഇതിനർത്ഥം നമ്മൾ ജയിലിൽ പോകണമെന്നാണോ? ഒരിക്കലുമല്ല. പക്ഷേ നിങ്ങളുടെ പഠനമുറിയിൽ ഒരു ജയിൽ മനോഭാവം സൃഷ്ടിക്കാം. ഡിജിറ്റൽ ഐസൊലേഷൻ. പഠിക്കുമ്പോൾ ഫോൺ മറ്റൊരു മുറിയിൽ വയ്ക്കുക. എന്തിനുവേണ്ടി പഠിക്കുന്നു എന്നതിന് കൃത്യമായ ഒരു ലക്ഷ്യം നൽകുക. 10 പുസ്തകം വായിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പുസ്തകം ആഴത്തിൽ മനസ്സിലാക്കുന്നതാണ്. സൗകര്യങ്ങളല്ല, സ്വയം ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളാണ് വിജയികളെ സൃഷ്ടിക്കുന്നത്. ഈ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ശക്തമായ ഒരു 7 ദിവസത്തെ ട്രെയിനിംഗ് പ്ലാൻ ഞാൻ പങ്കുവയ്ക്കാം.